ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതന 3ാം ദിവസം ഇൻറ്റഗ്രേഷൻ ഡേ 3 ആണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ ആ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ എക്സാമിലോട്ട് പോവാം കേട്ടോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇന്നത്തെ എക്സാം കൂട്ടുകാർക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ എക്സാമിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇന്നത്തെ എക്സാമിന് മുഴുവൻ മാർക്ക് മക്കൾക്ക് മേടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. ഇനി നമുക്ക് നാളത്തെ എക്സാമിലുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ഓക്കെ മക്കളെ, ആദ്യത്തെ പ്രവർത്തനം നോക്കിക്കേ, ടോയ് വെഹിക്കിൾ എന്നതാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇവിടെ ആദ്യം ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലും ചോദ്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ആദ്യത്തെ പ്രവർത്തനം കളിപ്പാട്ട വണ്ടികളാണേ. അപ്പോൾ നോക്കിക്കേ, അവിടെ നമുക്ക് കുറേ കളിപ്പാട്ടങ്ങളുടെ വില തന്നിട്ടുണ്ട് അല്ലേ. ട്രെയിന് 55 രൂപ, ലോറി 41 രൂപ, എയ്റോപ്ലെയിൻ അതായത് വിമാനം 80 രൂപ, കാർ 30 രൂപ, അതുപോലെ ഓട്ടോറിക്ഷ 16 രൂപ അല്ലേ. ഇങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങളുടെ വില നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ മക്കളടുത്ത് പറഞ്ഞത് റൈറ്റ് ദി പ്രൈസ് ഓഫ് ദി ടോയ് വെഹിക്കിൾസ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് നമുക്ക് അവിടെ കളിപ്പാട്ട വണ്ടികളുടെ ചിത്രങ്ങൾ തന്നില്ലേ, അവയുടെ വില ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനാണ്. ഓക്കെ മക്കളെ, അപ്പോൾ അതിൽ ഏതായിരിക്കും നമ്മൾ ആദ്യം എഴുതേണ്ട സംഖ്യ? 16 ആണല്ലേ, 16. അത് കഴിഞ്ഞിട്ട് ഏത് വരും? 13 ആണല്ലേ, 30. പിന്നെ നമുക്ക് 41 വരും, 41. അടുത്തത് 55, 55. അടുത്തത് 80, 80 എന്ന് വരും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് മക്കൾ സംഖ്യകളെ, അവിടെ തന്നിട്ടുള്ള സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതേണ്ടേ. അതിൽ നിന്ന് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചാൽ നോക്കിക്കേ, ഹൗ മച്ച് ഈസ് ദി ടോട്ടൽ പ്രൈസ് ഫോർ എ ട്രെയിൻ ആൻഡ് എ കാർ. അതായത് ഒരു ട്രെയിന്, അതായത് ഒരു തീവണ്ടിക്കും കാറിനും കൂടി ആകെ എത്ര വിലയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ട്രെയിനിന് 55 രൂപയാണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ കാറിനാണെങ്കിൽ 30 രൂപയാണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പം ആകെ വില കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി മക്കളെ? രണ്ടും കൂടി കൂട്ടിയാൽ പോരെ. 55 കൂട്ടണം 30 ചെയ്യണം അല്ലേ. അപ്പോൾ അത് മക്കൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. എത്രയാണ് ആൻസർ വരിക? 85 എന്നാണ് കിട്ടുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ, വിച്ച് ടോയ് ഹാസ് ദി ഹയസ്റ്റ് പ്രൈസ്. ഏത് ടോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വില എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ? എയ്റോപ്ലെയിനാണ് അല്ലേ. 80 രൂപയാണ് വില വരുന്നത്. അപ്പം എയ്റോപ്ലെയിൻ അഥവാ വിമാനം എന്നുള്ളത് കൂട്ടുകാർ എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാഹനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. അവിടെ നമുക്ക് ഒത്തിരി വാഹനങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ബസ്, മണ്ണുമാന്തി യന്ത്രം, ബോട്ട്, സൈക്കിൾ, തീവണ്ടി, തോണി, വിമാനം, കപ്പൽ, റോക്കറ്റ്, ലോറി, ഹെലികോപ്റ്റർ. അപ്പോൾ കൂട്ടുകാരടുത്ത് പറഞ്ഞത് ആ തന്നിട്ടുള്ള വാഹനങ്ങളെ തരംതിരിച്ച് എഴുതാനാണ്. അതിലൊരു കോളത്തിൽ കരയിലൂടെ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ ഏതിലൂടെയൊക്കെയാണ് മക്കളെ വാഹനങ്ങൾ സഞ്ചരിക്കാറുള്ളത്? നമുക്കറിയാം അല്ലേ. കരയിലൂടെ പോകുന്നവയുണ്ട്, വെള്ളത്തിലൂടെ പോകുന്നവയുണ്ട്, അതുപോലെ തന്നെ ആകാശത്തിലൂടെ പറന്ന് പോകുന്നവയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതേ രീതിയിലൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് മക്കളെ? ചിത്രം നോക്കി ഒന്ന് പറഞ്ഞേ. ബസ് കരയിലൂടെ പോകുന്നതാണ്, അതുപോലെ മണ്ണുമാന്തി യന്ത്രം, പിന്നെയോ സൈക്കിൾ കരയിലൂടെയാണ്, തീവണ്ടി, അതുപോലെ ലോറി അല്ലേ. ഇത്രയും വാഹനങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? കരയിലൂടെ പോകുന്ന വാഹനങ്ങളാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് എന്താണ്? നമുക്ക് ആകാശത്തിലൂടെ പോകുന്നതാണ് അല്ലേ. ഏതൊക്കെയാണ് മക്കളെ? വിമാനം, അതുപോലെ റോക്കറ്റ്, ഹെലികോപ്റ്ററൊക്കെ ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളാണ്. പിന്നെ വെള്ളത്തിലൂടെ പോകുന്നവയാണ് അല്ലേ. ഏതൊക്കെയാണ്? ബോട്ട്, തോണി, കപ്പൽ തുടങ്ങിയ വാഹനങ്ങളെല്ലാം വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ അവയെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കേട്ടോ. അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി കൂട്ടുകാർക്കുണ്ട്. ചക്രങ്ങൾ ഇല്ലാത്ത ഒരു വാഹനത്തിൻ്റെ പേര് എഴുതൂ. ഏതാണ് മക്കളെ ചക്രങ്ങൾ ഇല്ലാത്തൊരു വാഹനം? നമുക്ക് തന്നിട്ടുള്ള ചിത്രത്തിൽ തന്നെ ഉണ്ട് അല്ലേ. ഏതാണ്? തോണി നമുക്ക് എഴുതാം. തോണിക്ക് എന്തില്ല? ചക്രങ്ങളില്ല അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ,
ഹു ഈസ് ദി വിന്നർ, ആരാണ് വിജയി. റൈറ്റ് ദി സം ബൈ ആഡിങ് ഈച്ച് സെറ്റ്, അതായത് ആകെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആകെ എത്രയാണ് സംഖ്യ കിട്ടിയിട്ടുള്ളത് എന്നാണ്. ഇവിടെ നോക്കിക്കേ, ആമി, ജാനി, അതുപോലെ തന്നെ മനു, ഇവരെന്ത് ചെയ്യാണ്, മുത്ത് കോർത്ത മാല ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പല നിറത്തിലുള്ള മുത്തുകളാണ് കോർത്തിട്ടുള്ളത്. പച്ച, ചുവപ്പ്, യെല്ലോ, അതുപോലെ തന്നെ വൈറ്റ് കേട്ടോ, മഞ്ഞ, വെള്ള തുടങ്ങിയ മുത്തുകളാണ് കോർത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഓരോ കളർ മുത്തുകളും എത്ര എണ്ണം വീതമാണ് കോർത്തിട്ടുള്ളത് എന്നുള്ള എണ്ണം നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആകെ കോർത്തിട്ടുള്ള നമ്പേഴ്സാണ് മക്കൾ കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ആമി ഗ്രീൻ കളർ അല്ലേ, പച്ച എത്ര കോർത്തു മക്കളെ, 10 എണ്ണം കോർത്തു. റെഡ് ചുവപ്പും 10 എണ്ണം കോർത്തു. യെല്ലോ മഞ്ഞയും 10 എണ്ണം കോർത്തു. അതുപോലെ വൈറ്റ് വെള്ള 3 എണ്ണം കോർത്തു അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും മക്കളെ, 3 10 3 ഒന്നുകളാണ് അല്ലേ. അപ്പോൾ എത്രയാണ്, 33 അല്ലേ. അടുത്തത് ജാനിയാണ്. ജാനിയുടെ കയ്യിൽ നോക്കിക്കേ, പച്ച 10 എണ്ണവും ചുവപ്പ് 10 എണ്ണമാണ് അല്ലേ. അപ്പോൾ 10ഉം 10ഉം 20 നമുക്കറിയാം. അതിലോട്ട് ഒരു 9 കൂടി ചേർന്നാൽ എത്രയാണ് മക്കളെ, 29 എന്ന് കിട്ടൂ അല്ലേ. അടുത്തത് മനു ആണ്. മനുവിൻ്റെ നോക്കിക്കേ, ഗ്രീൻ എത്രയുണ്ട്, 10, റെഡ് 10, അതുപോലെ തന്നെ യെല്ലോയും 10 ആണ് അല്ലേ. 3 10കൾ ചേർന്നാൽ നമുക്കറിയാം എത്രയാണ്, 30 ആണ് അല്ലേ. അപ്പോൾ അവിടെ എത്രയാണ് വരിക, 30 എന്ന് കിട്ടും അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങളടുത്ത് പറയാനായിട്ടുണ്ട്. മക്കൾക്ക് നാളത്തെ എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ക്ലാസ് കൂടിയും ടീച്ചർ നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. മക്കൾ തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് പരിചയപ്പെടുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.